ഹായ് ഹലോ ഡിയേഴ്സ്, സലാഡി സയൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് തമന്നയിൽ കണ്ടതുപോലെ തന്നെയാണ് മോർ അബൌട്ട് മീ ആണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറെ വ്യൂവേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവർക്കൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പൊ നമുക്ക് എല്ലാത്തിനും കൂടി കമന്റിലൂടെയോ നമുക്ക് അല്ലെങ്കിൽ അല്ലാണ്ട് പേഴ്സണലി നമുക്ക് ചോദിക്കുമ്പോൾ നമുക്ക് റിപ്ലൈ ഇടാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഗൈസ്, എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോപ്പാണ് നമ്മുടെ ഫസ്റ്റ് വൺ. നമ്മുടെ സമയപരിധി കൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പൊ എല്ലാവർക്കും റിപ്ലൈ കിട്ടുമല്ലോ. അപ്പൊ നിങ്ങൾ ഒന്ന് കാണണം. നമ്മുടെ ഷോപ്പിന്റെ പേര് സലാഡി സയൻസ് എന്ന് തന്നെയാണ്. അങ്ങനെയാണ് നമ്മുടെ ചാനലിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആസിയ അൻവർ വ്ലോഗ്സ് എന്നാണ്. ആസിയ ഞാൻ, അൻവർ എന്റെ ഹസ്ബൻഡ് ആണ്. പിന്നെ ഗൈസ്, എനിക്ക് ഫാമിലി ആയിട്ട് ഞാന് ഇക്ക 2 മക്കളാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഉൾപ്പെടുന്നതാണ് നമ്മുടെ വ്ലോഗ്സും കാര്യങ്ങളും ഒക്കെ വരുന്നത്. പിന്നെ നമ്മുടെ ഷോപ്പിന്റെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുന്നത്. അപ്പം നിങ്ങള് പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഇട്ടിട്ടുണ്ട്. കുറച്ച് വീഡിയോസ് പിറകോട്ടാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ ഒന്ന് കയറി കാണണം കേട്ടോ. പിന്നെ ഹോം ടൂറും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അതിനൊക്കെ നമുക്ക് സമയമുണ്ട് ഗൈസ്. ഇപ്പം ഞാൻ രാവിലെ വന്നു കഴിഞ്ഞാൽ ഏകദേശം നമ്മള് രാത്രി വരെയാണ് കേട്ടോ നമ്മുടെ ടൈം എടുക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോസിലൊക്കെ നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. നമ്മളുടെ ആ ഒരു സമയപരിധിയും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ക്ഷമിച്ച് മുന്നോട്ട് പോവുക. പിന്നീട് കുറച്ച് പേര് ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന്. വീട്ടിൽ ഞാന് ഇക്ക 2 മക്കളാണുള്ളത്. പിന്നെ കുക്കിംഗ് സ്വന്തമായിട്ടാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതേ ഗൈസ്, ഞാൻ സ്വന്തമായിട്ടാണ് വീട്ടിൽ കുക്ക് ചെയ്യുന്നത്. നമുക്ക് ജോലിക്കാരൊന്നും ഇല്ല. പിന്നെ ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ എവിടുന്ന സമയമൊന്നും. നമ്മൾ സമയം കണ്ടെത്തിയാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ എന്റെ കുഞ്ഞുങ്ങളുടെ ഇക്കടയൊക്കെ കാര്യം ഞാൻ തന്നെ നോക്കുന്നതാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ആ വക കാര്യങ്ങളിൽ. പിന്നെ കുക്കിംഗ് എനിക്ക് ഭയങ്കര ജീവനാണ്. പിന്നെ എനിക്ക് ഈ ഒരു പാഷൻ ഉണ്ട്, ഈ ടെക്സ്റ്റൈൽസ് ഫീൽഡിനോട് ഒരു പാഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ജോബും കൂടി മുന്നോട്ട് പോകുന്നത്. അത് ഹസ്ബൻഡിന്റെ പൂർണ്ണമായ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഗൈസ്. പിന്നീട് നമ്മൾ ഒരുപാട് കാര്യങ്ങളും ഐറ്റംസ്, പിന്നെ ഫുഡിന്റെ വീഡിയോസ് ഇടുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഫുഡ് വീട്ടിലുണ്ടാക്കി ഭക്ഷിക്കുന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഒരു ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ കറിയുടെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമോന്ന്. ചേച്ചി, ഉടനെ തന്നെ ഞാൻ ഇടാൻ കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് സമയത്തിന്റെ ഒരു പരിധിയുണ്ട്. അപ്പൊ നമ്മുടെ ഷോപ്പിൽ ഇപ്പൊ ചിങ്ങമാസം ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കാണ്. അതുകൊണ്ടാണ് ചേച്ചി നമ്മൾ ഇത്തിരി പെൻഡിങ് ആക്കി പോണത്. അപ്പം ഇതൊക്കെയാണ് ഗൈസ് നിങ്ങൾ കുറച്ച് പേര് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങള്. അപ്പം ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസ് ഒന്നും നിങ്ങൾക്ക് ബോറടിപ്പിക്കത്തില്ല. എപ്പോഴും പറയുന്ന കണക്ക് തന്നെയാണ്. ഫുഡ് വീഡിയോസും നമ്മുടെ കുറച്ച് വ്ലോഗ്സും കാര്യങ്ങളുമാണ്. പിന്നെ നമ്മുടെ ഷോപ്പിന്റെ ഡ്രസ്സിനെയൊക്കെ കുറിച്ച് ഇടുന്നുണ്ട്. ഡ്രസ്സിന്റെ എന്തെങ്കിലും ഐറ്റംസിന്റെയൊക്കെ കമന്റിൽ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലി മെസ്സേജ് ഇടുമ്പോൾ ഞാൻ റിപ്ലൈ അയക്കുന്നുണ്ട്. പിന്നീട് ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, പിന്നെ കുറച്ച് പേര് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വീഡിയോസ് എങ്ങനെയാ കണ്ടിന്യൂ ആയിട്ട് ഇടുന്നത്. നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഇട്ടാൽ മതി. നിങ്ങളുടെ ഡേയിൽ ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങൾ ഇട്ടാൽ മതി ഗൈസ്. അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ് കാണും കേട്ടോ. അവർ ഉറപ്പായിട്ട് നമ്മുടെ വീഡിയോസ് കാണാതിരിക്കത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടുക. അപ്പൊ നമുക്ക് സബും വ്യൂവും ഒക്കെ നമുക്ക് കൂടും കേട്ടോ. പിന്നീട് നമുക്ക് മോണിറ്റൈസേഷൻ ആയിട്ട് കുറച്ച് ദിവസമായി, അതായത് ഒരു രണ്ടാഴ്ചയോളം ആയി ഗൈസ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതലും ചോദിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫും അതുപോലെ തന്നെ ഹോം ടൂറും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇടുന്നതാണ്. അതിന് കുറച്ച് സമയം കൂടി ഗൈസ് നിങ്ങൾ തരണം. അപ്പൊ ചിങ്ങമാസമാണ്. എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ നേരുന്നു. അതിന്റെ ഇടയ്ക്ക് ഇനി ഓണത്തിന്റെ ടൈം ആകുമ്പോൾ വരാം കേട്ടോ ഗൈസ്. അപ്പം ഇത്രയും ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് ഞാൻ വന്നത്. പിന്നെ എന്നെ കുറിച്ചാണ് ചോദിച്ചത്. എന്റെ സ്ഥലം കൊല്ലമാണ് കേട്ടോ, കൊല്ലത്താണ്. അപ്പം ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ചോദിക്കാം. സമയം അനുസരിച്ച് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പൊ നെക്സ്റ്റ് ഒരു വ്ലോഗോ വീഡിയോ ഒക്കെ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ.